വിവാഹ പൊരുത്തത്തിൽ രാശ്യാധിപ പൊരുത്തം, രാശിപ്പൊരുത്തം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പൊരുത്തമാണ് രാശ്യാധിപ പൊരുത്തം. ഈ രാശ്യാധിപ പൊരുത്തം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല മാതാപിതാക്കളും വിളിച്ച് ചോദിക്കാറുണ്ട്. വിവാഹ പൊരുത്തം നോക്കി ബാക്കിയെല്ലാം ചേരുന്നുണ്ട്, രാശ്യാധിപ പൊരുത്തം ഇല്ല, അപ്പൊ നമുക്ക് എന്തെങ്കിലും അതുകൊണ്ട് പ്രശ്നമുണ്ടോ, വിവാഹം നടത്താൻ പാടുണ്ടോ എന്ന്. രാശ്യാധിപ പൊരുത്തം ഉത്തമമായാൽ അത് മനപ്പൊരുത്തം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിനെ നമ്മൾ ദമ്പതികൾ എപ്പോഴും പരസ്പരം നല്ല സുഹൃത്തുക്കളെ പോലെ വേർപിരിയാതെ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ടിരിക്കും. സുഹൃത്തുക്കള് ഭാര്യ ഭർത്താക്കന്മാരായാലും എങ്ങനെയിരിക്കും, അത് തന്നെയാണ് രാശ്യാധിപ പൊരുത്തത്തിന്റെ പ്രത്യേകതയും. ഇനി അങ്ങനെ വന്നുപോയി സംഭവിച്ചു പോയി പൊരുത്തം ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്കപ്പോഴും അവർക്ക് കലഹങ്ങൾ ഉണ്ടാവാം, വഴക്കുണ്ടാവാം, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ അത് കുടുംബ കോടതി വരെ എത്തിപ്പെടാം ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐക്യമത്യ ഹോമം, സംവാദ സൂക്തം കൊണ്ട് ഐക്യമത്യ ഹോമം ചെയ്യാം. ഐക്യമത്യ ഹോമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംവാദ സൂക്തം കൊണ്ട് നിത്യവും ഹോമം ചെയ്യാം. 7 ദിവസം ചെയ്യാം, 21 ദിവസം ചെയ്യാം, 11 ദിവസം ചെയ്യാം. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എത്രയും ദിവസങ്ങൾ കൊണ്ട് അത് ചെയ്യാം. അതിൻ്റെ യന്ത്രങ്ങൾ യഥാവിധി ധരിക്കാം. അതുപോലെ വിധിയാമണ യന്ത്രങ്ങൾ ധരിക്കുകയും മന്ത്രങ്ങൾ, സംവാദ സൂക്ത മന്ത്രങ്ങളുണ്ട്. ഐക്യമത്യ പുഷ്പാഞ്ജലി വർഷത്തിലൊരിക്കലും നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വിവാഹം നടന്ന ദിവസമോ അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ ദിവസമോ ഐക്യമത്യ പുഷ്പാഞ്ജലി, ഐക്യമത്യ സംവാദ സൂക്തം കൊണ്ട് ഹോമങ്ങളൊക്കെ ഒരു ആചാര്യനെ കൊണ്ട് ചെയ്യിക്കാം. ഇങ്ങനെയൊക്കെ നിരന്തരമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ, എന്നും ചെയ്യേണ്ട, വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്തു പോവുകയാണെങ്കിൽ രാശ്യാധിപ പൊരുത്തം മൂലമുള്ള ദോഷങ്ങൾ നമുക്ക്, അപ്പോൾ കലഹവും വഴക്കവും ഒക്കെ മാറി ഒരു അഭിപ്രായ വ്യത്യാസം. ഇപ്പം എപ്പോഴും ചിലവർ പറയാറുണ്ട് എന്നും ഭർത്താവിന് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നും അഭിപ്രായ വ്യത്യാസങ്ങളാണ്, കുറ്റങ്ങളും കുറവുകളും മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ രാശ്യാധിപ പൊരുത്തം പരിഹരിക്കുമ്പോഴാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജാതകത്തിൽ പൊരുത്തക്കുറവുകളെന്ന് നോക്കി അതിനെല്ലാത്തിനും ആചാര്യന്മാർ പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ പരിഹാരങ്ങൾ യഥാവിധി നടത്തുകയും അതിന് യഥാവിധി വിധിയാമണ്ണുള്ള യന്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ദോഷങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും.